സ്വയം ജ്യോതി, താങ്കൾക്ക് ഈ വീട്ടുകാരെ നേരിട്ട് നല്ല രീതിയിൽ അറിയാവുന്നതാണോ? എന്താണിപ്പോൾ അവിടെ നിന്ന് താങ്കൾ മനസ്സിലാക്കുന്നത്? അതെ അതെ, നേരിട്ട് അറിയാവുന്നതല്ല. ഇപ്പോ കുട്ടി മരിച്ച് പാരപ്പള്ളി മെഡിക്കൽ കോളേജിലാണുള്ളത്. അതെ, കുട്ടിയുടെ അച്ഛൻ അവിടേക്ക് വന്നിട്ടുണ്ടോ? താങ്കൾ ഇപ്പോൾ അവിടെ ഉണ്ടോ? അവിടെ ഉണ്ട്. എവിടെ, വീട്ടിലാണോ ഉള്ളത് അതോ അവര് വീട്ടിലുണ്ട്. വീട്ടിലാണ്. അമ്മ അവിടെ ഉണ്ടല്ലേ? അമ്മ വന്നിട്ടുണ്ട്. ഈ സംഭവം നടന്നപ്പോൾ അച്ഛനും അമ്മയും വീട്ടിലില്ലായിരുന്നു? ഇല്ലായിരുന്നു. തൊട്ടപ്പുറത്ത് ഈ വീടിനോട് ചേർന്നാണ്, അല്പസമയം മുമ്പ് വാർഡ് മെമ്പർ പറയുന്നുണ്ടായിരുന്നു, വീടിനോട് ചേർന്നാണ് അച്ഛന്റെ സഹോദരന്റെ വീട് അല്ലെ? അവിടേക്കായിരുന്നോ കുട്ടി പോയിരുന്നത്? അവിടേക്കാണ് പോയത്. ഈ അപകടം ഉണ്ടായതിനെ പറ്റി എനിക്ക് എന്താണ് അറിയാൻ എന്താണ് പറഞ്ഞു കേൾക്കുന്നത്? അത് കേബിള് പണി നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കേബിള് റോഡിലൂടെ കിടക്കുന്നു. എന്ത് കേബിളാ? കേബിൾ മറ്റേ നമ്മളെ ചാനലിന്റെ കേബിൾ റോഡിലോട്ട് കിടക്കുന്നുണ്ട്. അത് തട്ടി വീണതാവാനാണ് ചാൻസ്. ഡ്രൈവർ എന്തെങ്കിലും പറഞ്ഞോ? എന്തെങ്കിലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ സാധിക്കുന്നുണ്ടോ? അല്ല, അതൊന്നും അറിയാൻ കഴിയുന്നില്ല. ഡ്രൈവർ അങ്ങ് കൂടെ പോയില്ല. ബാക്കി കുട്ടികളൊക്കെ ആ സമയത്ത് വാഹനത്തിലുണ്ടായിരുന്നോ? ബാക്കി കുട്ടികളുണ്ടായിരുന്നു. ഈ ആശുപത്രിയിലേക്ക് കുഞ്ഞിനെ കൊണ്ടുപോയത് ആരൊക്കെ ചേർന്നാണെന്നറിയോ? ഡ്രൈവറും പിന്നെ അടുത്തുള്ള ആൾക്കാരും ചേർന്നാണ്. സ്കൂൾ ബസിന്റെ ഡ്രൈവറും ഉണ്ടായിരുന്നു? ഉണ്ടായിരുന്നു. ഈ ബസ്സിൽ ആയ ഒന്നും ഉണ്ടായിരുന്നില്ലേ? ഉണ്ടായിരുന്നു. ആയ ഉണ്ടായിരുന്നു. കുഞ്ഞുങ്ങളാകുമ്പോൾ അവർ വീട്ടിൽ കയറി പോയത് റോഡ് സൈഡിലാ വീടെന്ന് പറയുന്നു. വീട്ടിലവർ കയറി എന്നൊക്കെ ഉറപ്പുവരുത്തുന്ന ഒരു രീതിയൊക്കെ ഉണ്ടല്ലോ. അത് ശ്രദ്ധിച്ച് കാണൂല. അത് എന്നും കൊണ്ടാക്കുന്നതല്ലേ, അങ്ങനെ ശ്രദ്ധിച്ച് കാണൂല. ഓടി അങ്ങ് പോകും. അത് ഈ കേബിള് ചുരുങ്ങിയത് ചിലപ്പോ അറിഞ്ഞു കാണൂല. ശരി. ശ്രീ സ്വയം ജ്യോതി, അദ്ദേഹം ആ കുഞ്ഞിന്റെ വീട്ടിലുണ്ട്. ഏറെ സങ്കടപ്പെടുത്തുന്ന കാഴ്ചകൾ തന്നെയാണ്. ഇപ്പോഴത്തെ മെമ്പറൊക്കെ വീട്ടിൽ തന്നെയുണ്ട്. അമ്മ വീട്ടിലുണ്ട്. അച്ഛനിനി വീട്ടിലേക്ക് എത്തേണ്ടതുണ്ട്.